നമ്മളൊരു വീട് പണിയാൻ പോവുകയാണ് എന്ന് വിചാരിക്കുക. പണിക്കാരെയൊക്കെ സെറ്റാക്കി സൈറ്റിൽ വന്ന് ഫുൾ പവറിൽ പണി തുടങ്ങാൻ നോക്കുമ്പോൾ ടൂൾസ് ഒന്നും മര്യാദക്കില്ല എങ്കിൽ എങ്ങനെ ഉണ്ടാകും? കുറെ ടൂൾസ് ഒന്നും അവൈലബിൾ അല്ല, മറ്റു കുറെ ടൂൾസ് അവൈലബിൾ ആണ്, എന്നാൽ ആവശ്യമുള്ളപ്പോൾ നോക്കുമ്പോൾ കിട്ടുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ പണി മര്യാദക്ക് നടക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതുപോലെ തന്നെ പേഴ്സണൽ ഫൈനാൻസ് മാനേജ്മെന്റിലും പല സമയത്തും വേണ്ട പോലെ പല ടൂൾസും ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അതിനുവേണ്ടി എല്ലാ ടൂൾസും കൃത്യമായി നേരത്തെ പ്ലാൻ ചെയ്ത് റെഡിയാക്കി വെക്കണം. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഫൈനാൻഷ്യൽ ജേണിക്ക് വേണ്ട എല്ലാ ടൂൾസിനെയും പറ്റി പഠിക്കുന്ന ഒരു ക്ലാസ് ആണ് ഇന്നത്തേത്. ഹായ്, ഞാൻ നിങ്ങളുടെ ആശാൻ ഷാരിഖ് ഷംസുദ്ദീൻ. പേഴ്സണൽ ഫൈനാൻസിനെ പറ്റി മുഴുവനായി പഠിക്കുന്ന ഈ സീരീസിലേക്ക്, ഫൈനാൻഷ്യൽ ടൂൾസിനെ പറ്റി എല്ലാം തന്നെ പഠിക്കുന്ന ഈ സീരീസിലെ 4ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴത്തെ പോലെയും ഈ ഒരു ലേണിംഗ് സീരീസിനെ ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ക്ലാസ്സുകളും മുഴുവനായും കാണുക. നമുക്ക് പണത്തെ പേടിക്കാതെ ജീവിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന എല്ലാ വിഷയങ്ങളും ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഈ ക്ലാസ് കുറച്ച് ബോർ ആണല്ലോ, വളരെ ബേസിക് ആണല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷെ അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. അവസാനമൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോയിന്റ്സ് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇതും നിങ്ങളുടെ പേഴ്സണൽ ഫൈനാൻസ് ജേണിയെ അതിശക്തമാക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ തന്നെയാണ്. ഇതിലും നിങ്ങൾക്ക് അറിയാത്ത, ഇതുവരെ ചിന്തിക്കാതിരുന്ന പല അറിവുകളും തീർച്ചയായിട്ടും കിട്ടും. അപ്പൊ എല്ലാവരും ക്ലാസ് മുഴുവനായി ശ്രദ്ധിച്ചു തന്നെ കാണുക. എപ്പോഴും പറയുന്നത് പോലെ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ താഴെ കമന്റ് സെക്ഷനിൽ പോയിട്ട് പ്രസന്റ് എന്ന് കമന്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അറ്റൻഡൻസ് രേഖപ്പെടുത്തുക. ഈ ക്ലാസ്സിൽ കാണിക്കുന്ന പ്രസന്റേഷനും ടൂൾസിലേക്കുള്ള ആക്സസും കിട്ടാൻ താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുക. എല്ലാ എപ്പിസോഡും കണ്ട് ഇതൊക്കെ ഡൗൺലോഡ് ചെയ്ത് നന്നായി പഠിക്കുന്നവരാണ് ഗിവ് അവേക്ക് എലിജിബിൾ ആവുക. ദി നെയിം ഈസ് ഷാരിഖ് ഷംസുദ്ദീൻ. വെൽക്കം ടു പേഴ്സണൽ ഫൈനാൻസ് A to Z ബൈ മാർക്കറ്റ് ഫീഡ്. എല്ലാവരെയും പണത്തെ പറ്റി പഠിപ്പിച്ച് ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ഈ ഒരു ലേണിംഗ് സീരീസ് ചെയ്യുന്നതും ഈ ചാനലിലെ ഒട്ടുമിക്ക മറ്റ് വീഡിയോകൾ എല്ലാം തന്നെ ചെയ്യുന്നതും. പക്ഷേ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്കുള്ള യാത്ര പഠനം കൊണ്ട് മാത്രം തീരുന്നില്ല. അതിലേക്ക് എത്താനുള്ള യാത്രയിൽ നിങ്ങൾക്ക് പല ഫൈനാൻഷ്യൽ പ്രോഡക്ട്സും സർവീസസും ആവശ്യമായിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ട്രാൻസ്പെറന്റ് ആയിട്ട് എത്തിക്സോട് കൂടി മിസ്സെല്ലിംഗ് ഇല്ലാതെ മലയാളം കസ്റ്റമർ സർവീസോട് കൂടി തരാനായിട്ട് ഞാൻ റൺ ചെയ്യുന്ന കമ്പനിയാണ് മാർക്കറ്റ് ഫീഡ്. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റിംഗ്, സ്റ്റോക്ക് ഇൻവെസ്റ്റിംഗ്, ആൽഗോ ട്രേഡിംഗ് എന്നുള്ള സർവീസുകൾ ഇന്ന് മാർക്കറ്റ് ഫീഡ് തരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഓഫറിംഗ്സിനെയും ഞങ്ങൾ പാർട്ട്ണർ ചെയ്തിട്ടുള്ള കമ്പനികളുടെ സർവീസസിനെയും പറ്റി കൂടുതൽ മനസ്സിലാക്കാനും ജോയിൻ ചെയ്യാനുമായി താഴെയുള്ള ലിങ്ക് സന്ദർശിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ ഏറ്റവും ആദ്യം തന്നെ എന്താണ് ഈ ഫൈനാൻഷ്യൽ ടൂൾസ് എന്നും അതിന്റെ ഇമ്പോർട്ടൻസുമാണ് നമ്മൾ പഠിക്കേണ്ടത്. വാട്ട് ആർ ഫൈനാൻഷ്യൽ ടൂൾസ് ആൻഡ് വാട്ട് ഇസ് ദെയർ ഇമ്പോർട്ടൻസ്? അപ്പോൾ ഈ ഫൈനാൻഷ്യൽ ടൂൾസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ജീവിക്കുന്ന 18 വയസ്സ് തികഞ്ഞ ഏതൊരു വ്യക്തിക്കും ഇന്നത്തെ ലോകത്ത് അവരുടെ പേഴ്സണൽ ഫൈനാൻസ് നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകാൻ ആവശ്യമായ കുറച്ച് ഡോക്യുമെന്റ്സും അക്കൗണ്ട്സും സിസ്റ്റവും ഒക്കെയാണ്. നിങ്ങൾക്ക് പേഴ്സണൽ ഫൈനാൻസ് മാനേജ്മെന്റിന്റെ പില്ലേഴ്സ് ഓർമ്മയില്ലേ? ഇല്ലെങ്കിൽ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്നുണ്ടല്ലോ. ഇതിലെ എല്ലാ പില്ലേഴ്സിനെയും പണിയാനും മെയിൻറ്റെയിൻ ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനും സഹായിച്ചുകൊണ്ട് നമ്മളുടെ ഫൈനാൻഷ്യൽ ജീവിതം ഒരു വെൽ ഓയിൽഡ് മെഷീൻ ആക്കി എഫിഷ്യന്റ് ആക്കി മുന്നിലേക്ക് കൊണ്ടുപോകാൻ ശരിക്കും ഈ ടൂൾസ് നമ്മളെ സഹായിക്കും. ഇനി ഈ ടൂൾസ് ഒന്നും റെഡി അല്ല എങ്കിൽ ഇതിലെ ഒരു പില്ലറും മര്യാദക്ക് വർക്ക് ചെയ്യില്ല. അങ്ങനെ നമുക്ക് പേഴ്സണൽ ഫൈനാൻസ് മാനേജ്മെന്റ് നന്നായി ചെയ്യാൻ പറ്റുകയുമില്ല. അപ്പോൾ അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് ഈ ഫൈനാൻഷ്യൽ ടൂൾസ് സെറ്റപ്പ് ചെയ്യുക എന്നുള്ളത്. കുറച്ച് എക്സാമ്പിൾസ് എടുത്താൽ സിമ്പിൾ ആയി നിങ്ങൾക്ക് സംഭവം മനസ്സിലാകും. ഒന്ന്, ബാങ്ക് അക്കൗണ്ട് ഒരു ഫൈനാൻഷ്യൽ ടൂളാണ്. അതായത് ജീവിതത്തിൽ നിന്ന് പണം വരണമെങ്കിലും അത് ചിലവാക്കണമെങ്കിലും ഒക്കെ ബാങ്ക് അക്കൗണ്ട് അത്യാവശ്യമല്ലേ? അതുപോലെ മറ്റൊരു എക്സാമ്പിൾ ആണ് ഡിമാറ്റ് അക്കൗണ്ട്. അതായത് ഇന്ന് ഇൻവെസ്റ്റ്മെന്റ് ജേർണി തുടങ്ങുമ്പോൾ ഒരു ഡിമാറ്റ് അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യാതെ ഒരു സ്റ്റോക്ക് പോലും ഇന്ന് ആർക്കും വാങ്ങാൻ പറ്റില്ല. അപ്പോൾ സിമ്പിൾ ആയ 2 എക്സാമ്പിൾസ് ആണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇതുപോലെ നല്ല വിധത്തിലുള്ള ടൂൾസും സംഭവങ്ങളും സെറ്റപ്പ് ചെയ്താലേ ഇന്നത്തെ ലോകത്ത് പേഴ്സണൽ ഫൈനാൻസ് മാനേജ്മെന്റ് നന്നായിട്ട് നമുക്ക് നടത്താൻ പറ്റുള്ളൂ. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടൂൾസ് പഠിക്കാനും അവരെ ഉപയോഗസജ്ജമായി റെഡിയാക്കി വെക്കാനും പഠിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ക്ലാസ് ആണ് ഇന്ന് നമ്മൾ നടത്തുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചു തന്നെ ഇരിക്കണം. അപ്പൊ ഫൈനാൻഷ്യൽ ടൂൾസ് എന്താണെന്നും
അതൊക്കെ എന്തിന് സെറ്റപ്പ് ചെയ്ത് റെഡിയാക്കി വെക്കണം എന്നുള്ളതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായ സ്ഥിതിക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫൈനാൻഷ്യൽ ടൂൾസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇത് വളരെ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. അതുകൊണ്ട് എപ്പോഴും ചെയ്യുന്നത് പോലെ നോട്ട്ബുക്ക് എന്തായാലും റെഡിയാക്കി വെച്ചോളൂ. വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫൈനാൻഷ്യൽ ടൂൾസ്? ഫൈനാൻഷ്യൽ ടൂൾസ് തന്നെ ശരിക്കും രണ്ട് ടൈപ്സ് ഉണ്ട്. ആദ്യത്തേത് ബേസിക് ടൂൾസ്, അതായത് ഏതൊരു വ്യക്തിയും പൈസ ഏൺ ചെയ്ത് തുടങ്ങുന്ന സമയം മുതൽ നിർബന്ധപരമായും റെഡിയാക്കി വെക്കേണ്ട ഫൈനാൻഷ്യൽ ടൂൾസ് ആണ് ഇവ. രണ്ടാമത്തേത് അഡ്വാൻസ്ഡ് ടൂൾസ്. ഇത് ജീവിതം കുറച്ച് മുന്നിലേക്ക് പോകുമ്പോൾ പല പ്രത്യേക ആവശ്യങ്ങൾ വരുമ്പോൾ അതിനൊക്കെ വേണ്ടി വരുന്ന ടൂൾസ് ആണ്. ഫോർ എക്സാമ്പിൾ, ലോൺ എടുക്കേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റിംഗ് ചെയ്യേണ്ടി വരുമ്പോൾ ഒക്കെയാണ് ഈ ഒരു ടൂൾസ് ആവശ്യം വരിക. അപ്പൊ നമുക്ക് ബേസിക് ടൂൾസിൽ നിന്ന് പഠിച്ചു തുടങ്ങാം. ബേസിക് ഫൈനാൻഷ്യൽ ടൂൾസ്, മുഴുവനായി 4 ബേസിക് ഫൈനാൻഷ്യൽ ടൂൾസ് ആണുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്ന് പഠിക്കാം. 1. ഐഡന്റിറ്റി ടൂൾസ്. 2. ബാങ്കിങ് ആൻഡ് ക്യാഷ് ഫ്ലോ ടൂൾസ്. 3. സാലറി ടൂൾസ്. 4. സേഫ്റ്റി ആൻഡ് ഡോക്യുമെന്റേഷൻ ടൂൾസ്. ഈ ഓരോ ടൂൾസ് എന്താണെന്നും എന്തിനാണെന്നും സെറ്റപ്പ് നടത്താൻ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സുമാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഐഡന്റിറ്റി ടൂൾസ് വിശദമായിട്ട് പഠിക്കാം. ഐഡന്റിറ്റി ടൂൾസ് എന്ന് പറയുന്നത് ശരിക്കും സിമ്പിൾ ആണ്. നമ്മുടെ ഐഡന്റിറ്റി ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് നമ്മൾ തെളിയിച്ചു കൊടുത്താലേ അവർ ഇന്ന് നമ്മൾക്ക് സർവീസുകൾ തരികയുള്ളൂ. അതിന് വേണ്ട ഡോക്യുമെന്റ്സ് ആണ് ശരിക്കും ഈ ഐഡന്റിറ്റി ടൂൾസ് എന്ന് പറയുന്നത്. ശരിക്കും ഗവൺമെന്റ് ഈ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളോട് കർശനമായി പറഞ്ഞിട്ടുണ്ട്, നിർബന്ധപരമായും വരുന്ന ഓരോ കസ്റ്റമറിനെയും നിങ്ങൾ അടിമുടി മനസ്സിലാക്കി വെക്കണമെന്ന്. ഇതിനെയാണ് നോ യുവർ കസ്റ്റമർ അല്ലെങ്കിൽ KYC എന്ന് പറയുന്നത്. സ്കാംസും ഫ്രോഡ്സും മണി ലോണ്ടറിങ്ങും ഒക്കെ പ്രിവെന്റ് ചെയ്യാനാണ് ശരിക്കും ഇങ്ങനെ ഗവൺമെന്റ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ KYC കംപ്ലീറ്റ് ചെയ്യാനായി നമ്മളുടെ ഐഡന്റിറ്റി ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പ്രൂവ് ചെയ്യാനായി നമ്മൾ ഈ ഐഡന്റിറ്റി ടൂൾസ് റെഡിയാക്കി വെക്കണം. അപ്പൊ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ എന്ത് പണമിടപാടുകൾ നടത്തണമെങ്കിലും ശരിക്കും ഈ ഐഡന്റിറ്റി ടൂൾസ് വേണം എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഇത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. ഗവൺമെന്റ് നമ്മളോട് എടുക്കാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുന്ന, ഞാൻ എന്തായാലും എടുക്കണം എന്ന് പറയുന്ന 2 മേജർ ഐഡന്റിറ്റി കാർഡ്സ് ആണ് ഇവിടെ നമ്മൾ സെറ്റപ്പ് ചെയ്യേണ്ടത്. ആദ്യത്തേത് ആധാർ, രണ്ടാമത്തേത് പാൻ അല്ലെങ്കിൽ പെർമനന്റ് അക്കൗണ്ട് നമ്പർ. അപ്പൊ ഈ വീഡിയോ കാണുന്ന പലർക്കും ആധാർ ഇപ്പോഴേ ഉണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഇന്ന് ഇന്ത്യയിൽ ഒരു ഫോൺ നമ്പർ എടുക്കണമെങ്കിൽ പോലും ആധാർ ശരിക്കും വേണം. ആധാർ എന്ന് പറയുന്നത് ശരിക്കും ഒരു 12 അക്ക യുണീക് ഐഡന്റിഫിക്കേഷൻ നമ്പർ ആണ്. ഈ നമ്പർ ഒരു കാർഡായിട്ടുള്ള രൂപത്തിൽ കിട്ടുന്നത് കൊണ്ട് പലരും ഇതിനെ ആധാർ കാർഡ് എന്ന് വിളിക്കുന്നു. ആധാർ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു തിരിച്ചറിയൽ രേഖയാണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ അടിയിൽ വരുന്ന UIDAI എന്ന ബോഡിയാണ് ഇത് ശരിക്കും ഇഷ്യൂ ചെയ്യുന്നത്. ഇന്ന് ആധാറിന്റെ ചുറ്റുമാണ് ഇന്ത്യയുടെ മുഴുവൻ ഡിജിറ്റൽ ഐഡന്റിറ്റി സിസ്റ്റം ഗവൺമെന്റ് പണിതുയർത്തുന്നത്. ഇനി ആധാർ നിങ്ങൾക്ക് ഓൾറെഡി ഇല്ല എങ്കിൽ എടുക്കാൻ വളരെയധികം സിമ്പിൾ ആണ്. തൊട്ടടുത്തുള്ള അക്ഷയ സെന്ററിൽ പോയാൽ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ആധാർ എടുക്കുമ്പോൾ അതില് ഒരു ആക്റ്റീവ് മൊബൈൽ നമ്പർ കൊടുക്കുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ജീവിതത്തിൽ മുന്നിലേക്ക് പല OTPകളും കൺഫർമേഷനുകളും ഈ നമ്പറിലേക്കാണ് വരിക. കൃത്യമായി അപ്ഡേറ്റഡ് ആയ ഒരു നമ്പർ എന്തായാലും കൊടുക്കുക. അത് തീർച്ചയായിട്ടും ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ ആധാർ കാർഡ് മനസ്സിലായല്ലോ. അപ്പൊ അടുത്തത് നമുക്ക് പാനിനെ പറ്റി മനസ്സിലാക്കാം. അതായത് പെർമനന്റ് അക്കൗണ്ട് നമ്പറെ പറ്റി മനസ്സിലാക്കാം. ഇത് നമ്പേഴ്സും ലെറ്റേഴ്സും ഉള്ള ഒരു 10 അക്ക യുണീക് നമ്പർ ആണ്. ഗവൺമെന്റിന് നമ്മളുടെ എല്ലാ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ട്രാക്ക് ചെയ്യാനും ടാക്സ് കളക്ഷൻ ഉറപ്പുവരുത്താനുമുള്ള മെക്കാനിസമാണ് ഈ പാൻ എന്ന് പറയുന്നത്. ഗവൺമെന്റിന്റെ തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് പാൻ ഇഷ്യൂ ചെയ്യുന്നത്. ഇതിനെയും ഒരു കാർഡ് രൂപത്തിൽ കിട്ടുന്നത് കൊണ്ട് പലരും പാൻ കാർഡ് എന്നാണ് വിളിക്കുന്നത്. ടാക്സ് ഫയൽ ചെയ്യാനും ബാങ്ക് അക്കൗണ്ട് എടുക്കാനും ലോൺ എടുക്കാനും ഒക്കെ പോകുമ്പോൾ പാൻ എന്തായാലും ചോദിക്കുന്ന ഒരു സംഭവമാണ്. ഇതിനോടൊപ്പം ഇന്ന് ജോലി അപ്ലൈ ചെയ്യുമ്പോൾ എംപ്ലോയറിന് കൊടുക്കാനും കാറിന് ഒരു ഇൻഷുറൻസ് എടുക്കാനും ഒക്കെ പാൻ അനിവാര്യമാണ്. എന്തായാലും ഇല്ല എങ്കിൽ ഇപ്പോ തന്നെ എടുത്തു വെക്കുക. പല ആവശ്യങ്ങൾക്ക് മുന്നിലേക്ക് പാൻ എന്തായാലും വേണ്ടി വരും. ആധാറും ആധാർ ലിങ്ക് ചെയ്ത ഫോൺ നമ്പറും ഉണ്ട് എങ്കിൽ പാൻ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ഓൺലൈൻ എടുക്കാൻ പറ്റുന്നതാണ്. അതിന് ഇൻകം ടാക്സിന്റെ വെബ്സൈറ്റിൽ കയറി ഇൻസ്റ്റന്റ് ഇ പാൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഡീറ്റെയിൽസ് പൂരിപ്പിച്ചു കൊടുത്താൽ മാത്രം മതി. അങ്ങനെ ഈ പാൻ എടുത്തതിന് ശേഷം പാൻ ഫിസിക്കൽ കാർഡ് ആയിട്ട് കിട്ടാനായിട്ട് ഈ വെബ്സൈറ്റിൽ പോയിട്ട് റീപ്രിന്റ് പാൻ ഓപ്ഷൻ കൊടുക്കണം. എടുത്തു വെച്ചോളൂ, എന്തായാലും ആവശ്യം വരും. ഇവിടെ ഒരു കാര്യം എടുത്തു പറയേണ്ടത്, പാൻ ഓൾറെഡി പണ്ടേ എടുത്തവരാണെങ്കിൽ ഇന്ന് ആധാറും പാനും ലിങ്ക് ചെയ്യേണ്ടത് മാൻഡേറ്ററി ആണ്. അത് ചെയ്തിട്ടുണ്ട് എന്ന് തീർച്ചയായിട്ടും ഉറപ്പുവരുത്തുക. അതും ഓൺലൈൻ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. ഇനി ഇതെല്ലാം ഓൺലൈൻ ചെയ്യാൻ മടിയുള്ളവർക്ക് ഈ പറഞ്ഞ എല്ലാം തന്നെ അടുത്തുള്ള അക്ഷയ സെന്ററിൽ ചെന്നാൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ആധാറും പാനും മനസ്സിലായ സ്ഥിതിക്ക് 2 ജനറൽ അഡ്വൈസുകൾ കൂടി ഞാൻ തരാം. ഒന്ന്, ഈ 2 ഡോക്യുമെന്റ്സും അതിന്റെ നമ്പേഴ്സും
വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ പറ്റുന്ന അത്രയും ഈ നമ്പറുകൾ ആൾക്കാർക്ക് അനാവശ്യമായി ഷെയർ ചെയ്യാതെ ഇരിക്കാൻ ശ്രമിക്കുക. ആധാർ കാർഡൊക്കെ ഇപ്പോൾ ഒരു ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാൻ പോലും ചോദിക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാസ്ക്ഡ് ആധാർ കാർഡ് കൊടുക്കാൻ ശ്രമിക്കുക. ആധാർ മൊബൈൽ ആപ്പിലൂടെ ഇത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. 2, ഈ ഫോൺ നമ്പർ ആൻഡ് ഇമെയിൽ ലിങ്കിങ്ങിന്റെ ഇമ്പോർട്ടൻസ് ആണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും ഡിജിറ്റൽ ആയതുകൊണ്ട് ആധാറും പാനും എവിടെ ഉപയോഗിച്ചാലും വെരിഫിക്കേഷന് OTP വരും, അതായത് 1 ടൈം പാസ്വേഡ് വരും. അപ്പൊ എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കാൻ കൃത്യമായ ഒരു ഫോൺ നമ്പറും ഇമെയിൽ ഐഡിയും മെയിൻറ്റെയിൻ ചെയ്യുന്നത് മുന്നിലേക്കുള്ള ജീവിതത്തിലേക്ക് മുഴുവൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് പ്രൈമറി ഫോൺ നമ്പറും പ്രൈമറി ഇമെയിൽ ഐഡിയും മാറ്റുന്ന ശീലം തീർച്ചയായിട്ടും മാറ്റുക. ഇനി അത്യാവശ്യമായ സാഹചര്യങ്ങളിൽ മാറ്റേണ്ടി വന്നാൽ എല്ലാ ഡോക്യുമെന്റ്സിലും ഉടനടി പോയി ഡീറ്റെയിൽസ് അപ്ഡേറ്റും ചെയ്യുക. ഓക്കെ, അപ്പോ ഐഡന്റിറ്റി ടൂൾസ് എന്ന സെക്ഷൻ തീർച്ചയായിട്ടും നമ്മൾ ഫുൾ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ബാങ്കിങ് ആൻഡ് ക്യാഷ് ഫ്ലോ ടൂൾസ് ആണ്. അതായത് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് പൈസയെ പറ്റിയാണ്, അതിന്റെ ജീവിതത്തിലുള്ള ഫ്ലോവിനെ പറ്റിയാണ്. എന്നാൽ ഇന്ന് പൈസ നോട്ടായിട്ടല്ല, എന്നാൽ ബാങ്ക് അക്കൗണ്ടിലൂടെയാണ് കിട്ടുന്നതും ചിലവാക്കുന്നതും മാനേജ് ചെയ്യപ്പെടുന്നതും. അപ്പോൾ ഇന്നത്തെ ലോകത്ത് ജീവിതത്തിൽ ക്യാഷ് ഫ്ലോ മാനേജ് ചെയ്യണമെങ്കിൽ ബാങ്ക് അക്കൗണ്ട് എന്ന ടൂള് എല്ലാവരും തീർച്ചയായിട്ടും സെറ്റപ്പ് ചെയ്തിരിക്കണം. അപ്പോൾ അത്ര തന്നെയുള്ളൂ. ഇവിടെ സെറ്റപ്പ് ചെയ്യേണ്ടത് ബാങ്ക് അക്കൗണ്ട് ആണ്. ഇന്നത്തെ ബാങ്കുകളൊക്കെ ഹൈലി ടെക് എനേബിൾഡ് ആണ്, ഡിജിറ്റൽ ആണ്. ഓൺലൈൻ ആയിട്ട് തന്നെ അക്കൗണ്ട് ഓപ്പണിംഗ് മുതൽ അതിനുള്ള പൈസയുടെ ട്രാക്കിങ്ങും ട്രാൻസ്ഫറുകളും വരെ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. ഡെബിറ്റ് കാർഡ് എന്ന നമ്മളുടെ അക്കൗണ്ടുമായി ലിങ്ക് ആയ ഒരു കാർഡ് ബാങ്കുകൾ തരുന്നത് കൊണ്ട് ATMകളിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യാനും ഓൺലൈൻ പേയ്മെന്റ്സ് നടത്താനും ഒക്കെ ഇന്ന് വളരെയധികം സിമ്പിൾ ആണ്. ഇനി ഇതിന്റെ പുറത്ത് UPI പോലുള്ള ടെക്നോളജികൾ ഗവൺമെന്റ് കൊണ്ടുവന്നത് കൊണ്ട് പൈസ അയക്കാനും റിസീവ് ചെയ്യാനും ഒക്കെ ഇന്ന് വളരെയധികം എളുപ്പമാണ്. ഭീം ആപ്പ് വഴിയോ അല്ലെങ്കിൽ പ്രൈവറ്റ് UPI ആപ്സ് ആയ GPay, ഫോൺപേ പോലുള്ളവയോ ഉപയോഗിച്ച് നമ്മൾക്ക് UPI ടെക്നോളജി വഴി പൈസ ഈസിയായി സെൻഡ് ആൻഡ് റിസീവ് ചെയ്യാം. അപ്പോൾ ഈ ബാങ്ക് അക്കൗണ്ട് എന്ന ഫൈനാൻഷ്യൽ ടൂള് എന്തായാലും ജീവിതത്തിൽ വേണമെന്ന് മനസ്സിലായല്ലോ. നിങ്ങൾക്ക് ഉണ്ട് എന്നെനിക്ക് അറിയുന്ന ഒരു കാര്യവുമാണ്. അങ്ങനെയാണ് എങ്കിൽ ബാങ്ക് അക്കൗണ്ട്സ് സെറ്റപ്പ് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്. അപ്പൊ അതുകൂടി നമുക്ക് നന്നായിട്ട് പഠിക്കാം. അതായത് ഈ ഫ്രെയിം വർക്ക് പറയുന്നത് എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് 3 ബാങ്ക് അക്കൗണ്ടുകളാണ്, അല്ലാതെ ഒരെണ്ണമല്ല. തോന്നിയ പോലെ കുറെ ബാങ്ക് അക്കൗണ്ടുകൾ എങ്ങനെയൊക്കെ വെക്കുന്നതിന് പകരം ഈ 3 അക്കൗണ്ട് ഫ്രെയിം വർക്ക് ആണ് എല്ലാവരും യൂസ് ചെയ്യേണ്ടത്. അക്കൗണ്ട് നമ്പർ 1, ഇൻകം ബാങ്ക് അക്കൗണ്ട്. ഈ അക്കൗണ്ടിലേക്കാണ് സാലറി അടക്കം നമുക്ക് എന്തൊക്കെ ഇൻകം ഉണ്ടെങ്കിലും അതൊക്കെ വരേണ്ടത്. ഇതിന്റെ മെയിൻ പർപ്പസ് തന്നെ മറ്റ് അക്കൗണ്ടുകളിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ നിന്ന് യാതൊരുവിധ ചിലവുകളും, അതായത് എക്സ്പെൻസസും നമ്മൾ നടത്താൻ പാടില്ല. എന്നാൽ ലോണുകളുടെ EMIകൾ ഈ അക്കൗണ്ടിൽ നിന്നാണ് പോകേണ്ടത്. സോ ഒരു സീറോ ബാലൻസ് സാലറി അക്കൗണ്ട് ആണ് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് വരിക. ഡെബിറ്റ് കാർഡും UPIയും ഓഫ് ചെയ്ത് വെക്കുക. നെറ്റ് ബാങ്കിങ് മാത്രം ഈ ഒരു അക്കൗണ്ടിൽ ഉണ്ടാകാൻ പാടുള്ളൂ. ഇനി അക്കൗണ്ട് നമ്പർ 2 നോക്കാം. ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് അക്കൗണ്ട്. അതായത് മാസം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ സേവും ഇൻവെസ്റ്റും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പൈസ ഇൻകം അക്കൗണ്ടിൽ നിന്ന് ഇതിലേക്ക് മാറ്റണം. എമർജൻസി ഫണ്ടിലേക്കും മ്യൂച്വൽ ഫണ്ട് SIPയിലേക്കും പൈസ പോകേണ്ടത് ഈ അക്കൗണ്ടിൽ നിന്നാണ്. ഇതും ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് ആയാലും വളരെ നല്ലത്. ഈ അക്കൗണ്ടിലും UPI, ഡെബിറ്റ് കാർഡ്സ് ഒന്നും തന്നെ പാടില്ല. ഓട്ടോ സ്വീപ്പ് FD ഓപ്ഷൻ ഉണ്ടായെങ്കിൽ അത് അടിപൊളി തന്നെയാണ്. ഇനി നമുക്ക് അക്കൗണ്ട് നമ്പർ 3 നോക്കാം. ലിവിംഗ് ബാങ്ക് അക്കൗണ്ട്. ഇതാണ് നമ്മൾ ഡെയിലി ലൈഫിൽ ചിലവുകൾക്ക് ഉപയോഗിക്കാൻ പോകുന്ന ബാങ്ക് അക്കൗണ്ട്. അതായത് എക്സ്പെൻസ് ക്ലാസ്സിൽ പഠിച്ച പോലെയുള്ള എല്ലാ ലിവിംഗ് എക്സ്പെൻസസിന് വേണ്ടിയുള്ള തുക മാത്രം മാസത്തിന്റെ ആദ്യമേ ഇൻകം അക്കൗണ്ടിൽ നിന്ന് ഈ ഒരു അക്കൗണ്ടിലേക്ക് മാറ്റി വെക്കുക. വാടക, ഗ്രോസറീസ്, പെട്രോൾ, ഫുഡ് എന്നിങ്ങനെ എല്ലാവിധ ആവശ്യങ്ങൾക്കും ഇവിടെ ഈ അക്കൗണ്ടിൽ നിന്നാണ് നമ്മൾ ചിലവാക്കേണ്ടത്. ചിലവുകൾ മറ്റൊരു അക്കൗണ്ടിൽ നിന്നും നമ്മൾ നടത്താൻ പാടില്ല. ഇവിടെയും സീറോ ബാലൻസ് അക്കൗണ്ട് ആണ് എപ്പോഴും പ്രിഫർ ചെയ്യേണ്ടത്. ഈ അക്കൗണ്ടിൽ UPIയും ഡെബിറ്റ് കാർഡും ഒക്കെ ഓൺ ആക്കി വെക്കാം, എല്ലാവിധ സൗകര്യങ്ങളും വെക്കാം. ഇതിൽ നിന്ന് ചിലവുകൾ മാത്രം നടത്താൻ പാടുള്ളൂ. അപ്പോൾ ഈ 3 ബാങ്ക് അക്കൗണ്ട് സിസ്റ്റം മനസ്സിലായ സ്ഥിതിക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾ ഓർത്തിരുന്നാൽ വളരെ നല്ലതായിരിക്കും. അതായത് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് ടൈപ്പ് ഉള്ള ഒരു ബാങ്ക് ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഒരു സീറോ ബാലൻസ് സാലറീഡ് അക്കൗണ്ട് അവിടെ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റും. അതുപോലെ തന്നെ എത്രയൊക്കെ ഡിജിറ്റൽ ആയി എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് മെയിൻ അക്കൗണ്ട് ഉള്ള ബാങ്കിന് അടുത്ത് തന്നെ ബ്രാഞ്ച് ഉണ്ടെങ്കിൽ അത് അത്രയും നല്ലത് തന്നെയാണ്. ലാസ്റ്റ് ആഡ് ചെയ്യാനുള്ളത് നിങ്ങളുടെ സാലറി അക്കൗണ്ട് വരുന്ന ബാങ്കായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്താൽ അതിന്റെ ബെനിഫിറ്റ്സ് മുന്നിലേക്ക് നിങ്ങൾ ലോൺ എടുക്കാൻ പോകുമ്പോഴും ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ പോകുമ്പോഴും കിട്ടും എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ഡിസ്കസ് ചെയ്തതിൽ നിന്ന് ബാങ്കിങ് ആൻഡ് ക്യാഷ് ഫ്ലോ ടൂൾസും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അടുത്തത് നമുക്ക് സാലറി ടൂൾസിലേക്ക് കടക്കാം. ഇതുവരെ പഠിച്ചതൊക്കെ വളരെ ബേസിക് ആയി തോന്നി കാണുമെന്ന് എനിക്കറിയാം. എന്നാൽ ഈ ഒരു കാര്യത്തിൽ, അതായത് സാലറി ടൂൾസിലെ പലരും കാര്യങ്ങൾ കൃത്യമായി ചെയ്യാത്തത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ശ്രദ്ധിച്ച് തന്നെ കേട്ടോളൂ. പ്രൈവറ്റ് ജോലി ചെയ്ത് ശമ്പളം വാങ്ങുന്ന ഏറെക്കുറെ എല്ലാവർക്കും PF, അതായത് പ്രോവിഡന്റ് ഫണ്ട് കിട്ടുന്നുണ്ട്.
അപ്പോൾ സാലറി ടൂൾസിൽ ശരിക്കും നമ്മൾ ചർച്ച ചെയ്യേണ്ടത് പ്രോവിഡന്റ് ഫണ്ടും അതിന് അറൗണ്ട് ഉള്ള ടൂൾസും അതിന്റെ സെറ്റപ്പുമാണ്. അപ്പൊ ശരിക്കും എന്താണ് ഈ പ്രോവിഡന്റ് ഫണ്ട്? എല്ലാ മാസവും ശമ്പളം പോലെ തന്നെ നമ്മൾ പോലും അറിയാതെ നമ്മളുടെ പേരിലുള്ള EPF അക്കൗണ്ടിലേക്ക്, അതായത് എംപ്ലോയി പ്രോവിഡന്റ് ഫണ്ട് അക്കൗണ്ടിലേക്ക് നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനി, അതായത് ആ സ്ഥാപനം ഒരു എമൗണ്ട് നിയമപരമായി ഡെപ്പോസിറ്റ് ചെയ്തിരിക്കണം. അതിനെയാണ് പ്രോവിഡന്റ് ഫണ്ട് എന്ന് പറയുന്നത്. അതായത് ശമ്പള മാർഗം ജീവിക്കുന്ന പ്രൈവറ്റ് തൊഴിലാളികൾക്ക് റിട്ടയർമെന്റിന് ശേഷവും ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ഗവൺമെന്റ് തുടങ്ങിയ ഒരു സ്കീമാണിത്. 20 പേരിൽ കൂടുതലുള്ള ഒരു പ്രൈവറ്റ് സ്ഥാപനമാണെങ്കിൽ എംപ്ലോയീസിന് ഈ EPF കമ്പനി കൊടുത്തിരിക്കണം. ഈ EPF തുക നമ്മളുടെ ശമ്പളം അനുസരിച്ചാണ് കണക്കാക്കപ്പെടുന്നത്. അതിന്റെ പുറത്തൊരു പലിശയും ഗവൺമെന്റ് തരാറുണ്ട്. ഓരോ മാസവും നമ്മളുടെ കമ്പനി EPF-ലേക്ക് നിക്ഷേപിക്കുന്ന തുക എത്രയാണെന്ന് സാലറി സ്ലിപ്പിലും എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിലും ഉണ്ടാകും. ഈ പ്രോവിഡന്റ് ഫണ്ട് അക്കൗണ്ടിനെ ട്രാക്ക് ചെയ്യാനായി ഗവൺമെന്റ് തരുന്ന ഒരു യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ ആണ് UAN. ഇത് ഇഷ്യൂ ചെയ്യുന്നത് എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ EPFO എന്ന ഗവൺമെന്റിന്റെ ബോഡിയാണ്. ആദ്യത്തെ ജോലി തുടങ്ങുമ്പോൾ തന്നെ നമ്മളുടെ പേരിൽ ഒരു UAN ഓട്ടോമാറ്റിക്കലായിട്ട് ജനറേറ്റ് ആകും. ഈ UAN അറിയാനായി കമ്പനിയുടെ സാലറി സ്ലിപ്പ് നോക്കിയാൽ മതി, അതിൽ കൃത്യമായി അത് കൊടുത്തിട്ടുണ്ടാകും. ഇനി അതിലില്ല എങ്കിൽ HR ഡിപ്പാർട്ട്മെന്റിനോട് ചോദിച്ചാൽ മതി, തീർച്ചയായിട്ടും കിട്ടും. ഈ EPF-ലുള്ള പൈസ നമ്മൾ ഉത്തരവാദിത്തോടെ ജീവിക്കാനായിട്ടുള്ളതായതുകൊണ്ട് ഗവൺമെന്റ് അങ്ങനെ എളുപ്പത്തിലൊന്നും വിഡ്രോ ചെയ്യാൻ സമ്മതിക്കില്ല. എന്നാൽ എന്താ, ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന കണ്ടീഷനുകൾ നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്ത് കാണിച്ചാൽ വേണമെങ്കിൽ ഈ PF എമൗണ്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നതുമാണ്. അപ്പോൾ PF-ഉം UAN-ഉം എന്താണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഇവിടെ ചെയ്തു വെക്കാനുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് സ്റ്റെപ്പുകൾ കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യം UAN ആക്ടിവേറ്റ് ചെയ്യണം. അതിനായി ഈ കാണുന്ന EPFO വെബ്സൈറ്റിൽ കയറി UAN ആക്ടിവേഷൻ ഓപ്ഷനിൽ പോയാൽ മതി. ഇതേ കാര്യം ഗവൺമെന്റിന്റെ ഉമംഗ് ആപ്പിൽ നിന്നും ചെയ്യാവുന്നതാണ്. അങ്ങനെ PF അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തതിനു ശേഷം KYC-യും നോമിനി അഡിഷനും ഓൺലൈനായി തന്നെ ചെയ്തു വെക്കുക. ഇത് പലരും ചെയ്യാറില്ല. അപ്പൊ 2 കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് അടുത്തൊരു വിഷയത്തിലേക്ക് നമുക്ക് പോകാം. ഒന്ന്, നമ്മൾ ജീവിതത്തിൽ എത്ര ജോലി മാറിയാലും എത്ര കമ്പനി മാറിയാലും ഈ UAN-ൽ ഒരു മാറ്റവും ഉണ്ടാകില്ല. അത് സെയിം ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യും. 2, ഗവൺമെന്റ് ജീവനക്കാർക്ക് EPF ബാധകമല്ല. അവിടെ ഗവൺമെന്റ് പ്രോവിഡന്റ് ഫണ്ട് എന്ന് പറയുന്ന മറ്റൊരു സ്കീമാണ് വരുന്നത്. തൽക്കാലം നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. ഓക്കെ, അപ്പൊ സാലറി ടൂൾസും പഠിച്ച സ്ഥിതിക്ക് ഇനി നമുക്ക് അടുത്ത ബേസിക് ഫൈനാൻഷ്യൽ ടൂൾ പഠിക്കാം. അതായത് സേഫ്റ്റി ആൻഡ് ഡോക്യുമെന്റേഷൻ ടൂൾസ് പഠിക്കാം. അതായത് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ പഠിച്ചതുപോലെയും അല്ലാതെയുമുള്ള എല്ലാ ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സിനെയും നമുക്ക് സേഫ് ആയി വെക്കാൻ പറ്റണം. എപ്പോ വേണമെന്ന് തോന്നിയാലും എളുപ്പത്തിൽ ആക്സസ് ചെയ്യാനും പറ്റണം. ശരിയല്ലേ? അതിന് അറൗണ്ട് ഉള്ള ടൂൾസും സെറ്റപ്പുമാണ് സേഫ്റ്റി ആൻഡ് ഡോക്യുമെന്റേഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. 3 കാര്യങ്ങളാണ് ഇവിടെ വേണ്ടത്. 1, സേഫ് ആൻഡ് സെക്യൂർ ഫിസിക്കൽ സ്റ്റോറേജ്. 2, ഗൂഗിൾ ഡ്രൈവ് പോലെ ഒരു ഡിജിറ്റൽ സ്റ്റോറേജ്. 3, ഗവൺമെന്റിന്റെ ഡിജി ലോക്കർ ആപ്പ്. ആദ്യം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഫിസിക്കൽ സ്റ്റോറേജിലേക്ക് പോകാം. ഏറെക്കുറെ എല്ലാ ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സിന്റെയും ഹാർഡ് കോപ്പി നമ്മുടെ കയ്യിൽ കാണുമല്ലോ. അതെല്ലാം അലമാരയിൽ പൊടിയോ ഈർപ്പമോ കയറാത്ത രീതിയിൽ സേഫ് ആയി സൂക്ഷിച്ചു വെക്കണം. കേട്ടാൽ ബോറിംഗ് ആണെങ്കിലും ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഡോക്യുമെന്റ്സ് ഒക്കെ നഷ്ടപ്പെട്ടാല് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയെടുക്കൽ വളരെ അധികം പാടുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ തീർച്ചയായിട്ടും വളരെ സേഫ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പൊ സേഫ് ആയി വെച്ചാൽ മാത്രം പോരാ, ഒരു ആവശ്യത്തിന് നോക്കുമ്പോൾ പെട്ടെന്ന് കിട്ടുകയും വേണമല്ലോ. അപ്പൊ ഒരു നല്ല സിസ്റ്റം ഉണ്ടാക്കി എല്ലാ ഡോക്യുമെന്റ്സും വെക്കുന്ന ഒരു പ്രോപ്പർ ഫയല് എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ അത് മനസ്സിലായല്ലോ. അപ്പൊ ഇനി രണ്ടാമത്തത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്ന എല്ലാ ഡോക്യുമെന്റ്സിന്റെയും ഡിജിറ്റൽ കോപ്പി, ഫോട്ടോയോ സ്കാൻഡ് കോപ്പിയോ എപ്പോഴും കയ്യിൽ ഉണ്ടാകുന്നത് നല്ലതാണ്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഡോക്യുമെന്റ്സ് ആക്സസ് ചെയ്യാനും ഷെയർ ചെയ്യാനും വളരെയധികം എളുപ്പമാകും. ഓരോ തവണ ആവശ്യം വരുമ്പോഴും അലമാരി തുറന്ന് ഒറിജിനൽ പുറത്തെടുക്കേണ്ടി വരില്ല. ഈ ഡിജിറ്റൽ കോപ്പീസ് നമ്മളുടെ ഫോണിൽ സ്റ്റോർ ചെയ്യാം. അതിന്റെ കൂടെ ഗൂഗിൾ ഡ്രൈവ് അല്ലെങ്കിൽ iCloud പോലെയുള്ള പ്രൈവറ്റ് ഓൺലൈൻ ക്ലൗഡ് സ്റ്റോറേജ് ആപ്സിലും ഈസി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പൊ ഇനി മൂന്നാമത്തതിലേക്ക് പോകാനാണെങ്കിൽ അത് ഗവൺമെന്റിന്റെ ഡിജി ലോക്കർ ആപ്പ് ആണ്. ഇതിൽ നമ്മൾ ആധാർ നമ്പർ വെച്ച് ലോഗിൻ ചെയ്യുകയാണെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ്, വണ്ടിയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, പാൻ, ആധാർ, UAN, റേഷൻ കാർഡ് എന്നൊക്കെ പല ഡോക്യുമെന്റ്സ് ഈസി ആയി ഡിജിറ്റൽ ഫോമിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഈ അടുത്ത സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികൾക്ക് അവരുടെ 10th-ലെയും 12th-ലെയും സർട്ടിഫിക്കറ്റ്സ് പോലും ഈ ഡിജി ലോക്കറിൽ നിന്ന് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ഈസിലി പല ഡോക്യുമെന്റ്സും ആക്സസ് ചെയ്യാൻ ഡിജി ലോക്കർ ഇന്ന് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അപ്പൊ ഈ 3 ഡോക്യുമെന്റേഷൻ ആൻഡ് സേഫ്റ്റി ടൂൾസ് മനസ്സിലായ സ്ഥിതിക്ക് നിങ്ങളുടെ ജീവിതം കുറച്ചുകൂടി ഒന്ന് സേഫ് ആക്കാനുള്ള കുറച്ച് ടിപ്സ് കൂടി ഞാൻ ഇവിടെ തരാം. 1, നിങ്ങളുടെ എല്ലാ അക്കൗണ്ടുകളുടെയും ആക്സസ് ഡീറ്റെയിൽസ്, അതായത് യൂസർ നെയിമും പാസ്വേഡും ഒക്കെ ഒരു ഡോക്യുമെന്റിലോ കുറിപ്പിലോ സെക്യൂർ ആയി എഴുതി വെച്ച് സൂക്ഷിക്കണം. 2, ഒരു നല്ല പാസ്വേഡ് മാനേജർ, അങ്ങനെയുള്ള ആപ്ലിക്കേഷനുകൾ ഇന്ന് അവൈലബിൾ ആണ്. അങ്ങനെയുള്ള നല്ല പാസ്വേഡ് മാനേജർ ഉപയോഗിച്ചുകൊണ്ട് പല സൈറ്റുകളിലെ പാസ്വേഡുകൾ ഒരു സ്ഥലത്ത് തന്നെ സേഫ് ആയി സ്റ്റോറും മാനേജും ചെയ്യാം. 3,
2 ഫാക്ടർ ഒതന്റിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ അക്കൗണ്ടുകളെയും സെക്യൂർ ചെയ്യണം. 4 ഇങ്ങനെ പല ഡീറ്റെയിൽസും സ്റ്റോർ ചെയ്യുന്ന നമ്മളുടെ ഫോൺ, ലാപ്ടോപ്പ് പോലുള്ള മറ്റ് ഡിവൈസസ് മറ്റാർക്കും ഷെയർ ചെയ്യാതിരിക്കണം. അപ്പോൾ ഈ ഒരു സെക്ഷൻ പറഞ്ഞു തീർക്കുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കാം. ജീവിതത്തിൽ വേറൊരാൾക്ക് കൂടി നമ്മളുടെ ഡോക്യുമെന്റ്സിലേക്കും അക്കൗണ്ടിലേക്കും ഉള്ള ആക്സസ് മുഴുവനായി തന്നെ കൊടുത്തിരിക്കണം. പൊതുവെ അത് പാർട്ട്ണറോ പാരന്റ്സോ അങ്ങനെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആരെങ്കിലും ആകാം. എന്നാൽ മാത്രമേ അപ്രതീക്ഷിതമായി ജീവിതത്തിൽ എന്തെങ്കിലും നമുക്ക് സംഭവിച്ചു പോയാൽ നമ്മളുടെ വേണ്ടപ്പെട്ടവർക്ക് ഇതൊക്കെ ആക്സസ് ചെയ്യാനാകൂ. ഗൂഗിൾ ഇനാക്ടിവിറ്റി മാനേജർ പോലുള്ള ടൂൾസും ഇവിടെ എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കേട്ടതിലൂടെ ബേസിക് ഫൈനാൻഷ്യൽ ടൂൾസ് എന്താണെന്നും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഫൈനാൻഷ്യൽ പ്ലാനിംഗ് ഉണ്ടെന്നൊക്കെ പലരും പറയുമെങ്കിലും കേരളത്തിൽ തന്നെ വളരെ ചുരുക്കം പേരെ ഇത്രയും സ്റ്റെപ്പുകളൊക്കെ ജീവിതത്തിൽ എന്തായാലും സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാകുള്ളൂ. അപ്പൊ ബേസിക് ടൂൾസ് സെറ്റായ സ്ഥിതിക്ക് നമുക്ക് ഇനി വളരെ പെട്ടെന്ന് തന്നെ അഡ്വാൻസ് ഫൈനാൻഷ്യൽ ടൂൾസ് പഠിക്കാം. അഡ്വാൻസ് ഫൈനാൻഷ്യൽ ടൂൾസ് ഇത് ജീവിതത്തിൽ കുറച്ച് മുന്നിലേക്ക് പോകുമ്പോൾ പല പ്രത്യേക ആവശ്യങ്ങൾ വരുമ്പോൾ അതിനൊക്കെ വേണ്ടി വരുന്ന ടൂൾസ് ആണ്. 4 മേജർ അഡ്വാൻസ് ടൂൾസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 1 ഇൻവെസ്റ്റ്മെന്റ് ടൂൾസ്, 2 ക്രെഡിറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ടൂൾസ്, 3 ടാക്സ് പോർട്ടൽ ആൻഡ് അവസാനം വിൽ അല്ലെങ്കിൽ വിൽപത്രം. ആദ്യം നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ടൂൾസിലേക്ക് പോകാം. ഇന്ന് എന്തായാലും കുറേയധികം ആൾക്കാർക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്. സ്റ്റോക്കിലും മ്യൂച്വൽ ഫണ്ടിലും ETF-ലും ഒക്കെ ആയിരിക്കുമല്ലോ ഇന്ന് പലരും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ സെറ്റപ്പ് ചെയ്യേണ്ട ഒരു അക്കൗണ്ട് അല്ലെങ്കിൽ ടൂൾ ആണ് ഡിമാറ്റ് അക്കൗണ്ട്. ഡിമാറ്റ് അല്ലെങ്കിൽ ഡിമെറ്റീരിയലൈസ്ഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞാല് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഷെയറുകളും ബോണ്ടുകളും മ്യൂച്വൽ ഫണ്ടുകളും ഒക്കെ ഇലക്ട്രോണിക് ഫോർമാറ്റിൽ സൂക്ഷിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ്. നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഫ്രീ ആയി ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുറക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ജീവിതത്തിൽ NPS-ഉം PPF-ഉം അല്ലെങ്കിൽ ഇൻഷുറൻസും ഒക്കെ പോലെയുള്ള മറ്റ് പല പ്രൊഡക്ട്സിനും ഒരു ഡിമാറ്റ് അക്കൗണ്ട് പോലെ ഒരു കോമൺ അക്കൗണ്ടിന്റെ ആവശ്യമില്ല. അതാത് സാധനം വാങ്ങുമ്പോൾ അല്ലെങ്കിൽ അതിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനൊക്കെ വേണ്ട ഓരോ അക്കൗണ്ട്സും അപ്പപ്പോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ ഇത് മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് ഇനി അടുത്ത അഡ്വാൻസ് ഫൈനാൻഷ്യൽ ടൂൾ ആയ ക്രെഡിറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ടൂൾ മനസ്സിലാക്കാം. നമ്മളൊരു ക്രെഡിറ്റ് കാർഡ് എടുക്കുകയോ ലോൺ എടുക്കുകയോ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ക്രെഡിറ്റ് വെർത്തിനെസ് അറിയാൻ, അതായത് നമ്മൾ ലോൺ എടുത്താൽ മര്യാദക്ക് തിരിച്ചടക്കുന്ന ആളാണോ എന്ന് അറിയാൻ ബാങ്കുകൾ നോക്കുന്ന ഒരു സ്കോർ ആണ് ക്രെഡിറ്റ് സ്കോർ. അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട ടൂള്. നല്ല രീതിയിൽ ക്രെഡിറ്റ് മാനേജ് ചെയ്യുന്ന ബാങ്കുകളിൽ നിന്ന് എടുക്കുന്ന ലോണുകൾ മാന്യമായി സമയത്ത് തിരിച്ചടക്കുന്ന വ്യക്തികൾക്ക് ഈ ക്രെഡിറ്റ് സ്കോർ കൂടുതലായിരിക്കും. തിരിച്ചടവ് മുടങ്ങിയാൽ കുറെ ഡിഫോൾട്ടുകൾ നടത്തുന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് സ്കോർ കുറവായിരിക്കും. സിബിൽ സ്കോർ എന്ന് പലപ്പോഴും ആൾക്കാർ പറയുന്നത് ഈ ക്രെഡിറ്റ് സ്കോറിനെ തന്നെയാണ്. ഈ ക്രെഡിറ്റ് സ്കോർ ജീവിതത്തിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു ലോൺ എടുക്കാൻ പോകുമ്പോൾ ക്രെഡിറ്റ് സ്കോർ കൂടുതലുള്ള വ്യക്തികൾക്ക് കുറഞ്ഞ പലിശ നിരക്കും കൂടുതൽ ലോൺ അപ്രൂവൽ റേറ്റും ഉണ്ടാകാറുണ്ട്. അടിപൊളി തന്നെ. അപ്പൊ ഈ ക്രെഡിറ്റ് സ്കോർ മെഷർ ചെയ്യുന്ന 4 ഏജൻസീസ് ആണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. സിബിൽ, എക്സ്പീരിയൻ, CRIF, ഇക്വിഫാക്സ്. ഓരോ ഏജൻസിയും നമുക്ക് ഓരോ റേറ്റിംഗ് ഇട്ടിട്ടുണ്ടാകും. ഈ സ്ക്രീനിൽ കാണുന്നതാണ് അതാത് ഏജൻസിയുടെ റേറ്റിംഗ് സിസ്റ്റംസ്. ഈ ക്രെഡിറ്റ് സ്കോർ ഏജൻസീസിന് എല്ലാം തന്നെ അവരുടേതായ വെബ്സൈറ്റുകളുണ്ട്. അവിടെ ലോഗിൻ ചെയ്താൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ അടങ്ങുന്ന നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ ലോൺസും കാണിക്കുന്ന ഡീറ്റെയിൽഡ് ക്രെഡിറ്റ് റിപ്പോർട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളുടെ പേരിൽ എന്തെങ്കിലും ഫേക്ക് ലോൺസ് ആരെങ്കിലും എടുക്കുന്നുണ്ടോ എന്നുള്ളതും ഈ വെബ്സൈറ്റുകൾ സന്ദർശിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് മനസ്സിലായ സ്ഥിതിക്ക് അഡ്വാൻസ് ടൂൾസിൽ അടുത്തത് വരുന്നത് ടാക്സ് പോർട്ടൽ എന്നുള്ള ടൂളാണ്. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനും ടാക്സ് അടക്കാനും ടാക്സ് റീഫണ്ട് കിട്ടാനും ഒക്കെ ടാക്സ് പോർട്ടൽ എന്ന ടൂള് ജീവിതത്തിൽ അത്യാവശ്യമാണ്. അപ്പൊ അത് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. ഈ കാണുന്ന ഇൻകം ടാക്സ് വെബ്സൈറ്റിൽ കയറിയാൽ ഈസിയായി നമ്മുടെ പാൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്കൊരു ഇൻകം ടാക്സ് അക്കൗണ്ട് ഉണ്ടാക്കാൻ പറ്റും. മുന്നിലേക്കുള്ള എന്ത് ടാക്സ് ആവശ്യങ്ങൾക്കും, അതായത് ഓരോ വർഷവും ITR ഫയൽ ചെയ്യാനും ടാക്സ് അടക്കാനും നമ്മളുടെ എല്ലാ ടാക്സ് ഡീറ്റെയിൽസും കാണിക്കുന്ന ഫോം 26AS കിട്ടാനും മേജർ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസും ഇൻകം ഡീറ്റെയിൽസും കാണിക്കുന്ന ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് AIS കിട്ടാനും ഈ പോർട്ടലിൽ കയറിയാൽ നിങ്ങൾക്ക് സാധിക്കും. ഈ ഫോം 26AS-ഉം ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നിങ്ങളൊന്ന് രസത്തിന് ഡൗൺലോഡ് ചെയ്ത് നോക്കണേ. നിങ്ങളുടെ അക്കൗണ്ടിൽ നടന്ന എല്ലാ ട്രാൻസാക്ഷൻസും ഗവൺമെന്റ് വളരെ കൃത്യമായിട്ട് അതിൽ കാണിച്ചിട്ടുണ്ടാകും. ഇതിനെ പറ്റിയൊക്കെ കൂടുതൽ നമുക്ക് ടാക്സിന്റെ ക്ലാസ്സിൽ തീർച്ചയായിട്ടും പഠിക്കാം. അപ്പോൾ ടാക്സ് പോർട്ടലും കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ലാസ്റ്റ് അഡ്വാൻസ് ഫൈനാൻഷ്യൽ ടൂൾ നോക്കാം. വിൽ അല്ലെങ്കിൽ വിൽപത്രം. അതെ, അഡ്വാൻസ്ഡ് ഫൈനാൻഷ്യൽ ടൂൾസ് സെറ്റ് ചെയ്യുമ്പോൾ അതിലെ ലാസ്റ്റ് സ്റ്റെപ്പ് ഒരു വിൽ എഴുതി വെക്കുക എന്നുള്ളതാണ്.
നിർഭാഗ്യവശാൽ നമ്മളുടെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ സ്വത്തുക്കൾ കൃത്യമായി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉദ്ദേശിക്കുന്ന ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടിയാണ് വിൽ എന്ന ഈ ടൂൾ നമ്മൾ സെറ്റപ്പ് ചെയ്ത് വെക്കേണ്ടത്. ഉദാഹരണം പറയാനാണെങ്കിൽ ഓരോ അക്കൗണ്ടിലും നമ്മൾ നോമിനി ആഡ് ചെയ്ത് വെക്കുന്നുണ്ടാകും. എന്നാൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നോമിനിക്കല്ല പലപ്പോഴും ആ അക്കൗണ്ടിലേക്കുള്ള അവകാശം വരിക. അങ്ങനെയൊക്കെയുള്ള എല്ലാ കൺഫ്യൂഷനുകളും ഒഴിവാക്കാനാണ് വിൽ എഴുതി വെക്കണം എന്ന് പറയുന്നത്. വിൽപത്രം മുദ്രപത്രത്തിൽ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അതിന് കുറച്ചുകൂടി പവർ കോടതിയിൽ ഉണ്ടാകും. അപ്പോൾ ഒരു നല്ല വക്കീലിനെ കണ്ടുപിടിച്ച് ഇത് ഉണ്ടാക്കുന്നതാണ് എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ ഇതുകൂടി ഡിസ്കസ് ചെയ്തത് കൊണ്ട് വില്ലും വിൽപത്രവും കൂടി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അഡ്വാൻസ് ടൂൾ സെറ്റപ്പ് കൂടി വിശദമായി പഠിച്ച സ്ഥിതിക്ക്, നന്നായി നിങ്ങൾക്ക് മനസ്സിലായ സ്ഥിതിക്ക് ഫൈനാൻഷ്യൽ ടൂൾസിനെ പറ്റി പഠിക്കുന്ന ഈ ക്ലാസ് നമുക്ക് ഇവിടെ നിർത്താം. അതിശക്തമായി തന്നെ നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ടൂൾസിനെ പറ്റി എല്ലാം തന്നെ വിശദമായി മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി ഉടനെ തന്നെ എല്ലാ ക്ലാസിന്റെയും അവസാനം നമ്മൾ ചെയ്യുന്നത് പോലെ ഈ ക്ലാസിന്റെയും ചെക്ക് ലിസ്റ്റ് നോക്കിക്കൊണ്ട് നമുക്ക് ക്ലാസ് നിർത്താം. ആദ്യം തന്നെ നോളജ് നോക്കാം. പേഴ്സണൽ ഫൈനാൻസ് മാനേജ്മെന്റിന് വേണ്ട എല്ലാ ബേസിക് ടൂൾസിനെ പറ്റിയും അതിന്റെ കൂടെ ഇമ്പോർട്ടന്റ് ആയ, അതായത് അതിലും ഇമ്പോർട്ടന്റ് ആയ അഡ്വാൻസ് ടൂൾസിനെ പറ്റിയും മുഴുവനായ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. രണ്ടാമത് കോമൺ മിസ്റ്റേക്സ് നോക്കാം. ഇവിടെ മേജറായി കണ്ടുവരുന്നത് കൃത്യമായും സേഫ് ആയും എളുപ്പത്തിൽ ആക്സസിബിൾ ആയും ആൾക്കാര് ഡോക്യുമെന്റ്സ് റെഡിയാക്കി വെക്കാറില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരു ഡോക്യുമെന്റ് ആവശ്യം വരുമ്പോൾ സമയത്ത് കിട്ടില്ല, വെറുതെ ടെൻഷൻ അടിക്കുകയും ചെയ്യും. അപ്പൊ ഇനി മൂന്നാമത് നമുക്ക് സ്മാർട്ട് ഹാബിറ്റ്സ് നോക്കാം. ഒന്ന്, നമ്മൾ പഠിച്ച പോലെ ഈ 3 ബാങ്ക് അക്കൗണ്ട് സിസ്റ്റം നിങ്ങൾ തീർച്ചയായിട്ടും ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യുക. വരുമാനം വരുന്ന അക്കൗണ്ടും ചിലവാക്കുന്ന അക്കൗണ്ടും ഇൻവെസ്റ്റ് ചെയ്യുന്ന അക്കൗണ്ടും വേറെ വേറെ ആയിട്ട് അതിശക്തമായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. 2, PF അക്കൗണ്ടും ക്രെഡിറ്റ് സ്കോർ പോർട്ടൽസും എല്ലാം 3 മാസം കൂടുമ്പോൾ തുറന്നു നോക്കിക്കോ. എന്തെങ്കിലും ഫ്രോഡ്സ് ഉണ്ടെങ്കിലോ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലോ നേരത്തെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ അവസാനം ഈ ക്ലാസിന്റെ അസൈൻമെന്റ് കൂടി തന്നിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. നമ്മൾ ഇന്ന് പഠിച്ച എല്ലാ ഫൈനാൻഷ്യൽ ടൂൾസും ആ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സെറ്റപ്പ് ചെയ്തു വെക്കുക എന്നുള്ളതാണ് ഇന്നത്തെ അസൈൻമെന്റ്. അപ്പോൾ ഒന്നും തന്നെ മിസ് ചെയ്യാതെ എല്ലാം തന്നെ അതിശക്തമായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുക. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. എന്ത് തന്നെ ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. മാക്സിമം എല്ലാവരിലേക്കും ഈ ഒരു ക്ലാസ് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത ക്ലാസ് വരുന്ന ചൊവ്വാഴ്ച ഇറങ്ങും. അപ്പോഴേക്കും എല്ലാവരും ഈ വിഷയം ഫുൾ പഠിച്ച് നോട്ട്സ് എഴുതി അസൈൻമെന്റ് ഒക്കെ ചെയ്ത് റെഡി ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിശക്തം.